ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റിച്ചിങ് അതായത് നമുക്കൊരു ബാലൻസ് എങ്ങനെ ആക്കാനുള്ള പ്രാക്ടീസിനും പിന്നെ അതുപോലെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള അതിനുള്ള പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ അതെല്ലാവരും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അത് കാണാത്തവർ അത് കാണുക, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പം ഇനി നമ്മൾ ഇപ്പോൾ ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ കഴുത്തിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്, അത് നോക്കി വെച്ചിട്ട് അതായത് ഇപ്പം ബോഡീൻ്റെ നല്ല പീസ് മുകളിലായിട്ട് വെക്കുക. അതായത് ഇത് അകത്ത് വരുന്ന പീസാണ്, ഇതിൻ്റെ നല്ല ഭാഗമാണ് മുകളിൽ വെക്കേണ്ടത്. ഇനി ഈ പീസിൻ്റെ നല്ല ഭാഗം അടിയിൽ, അതായത് ഈ ബോഡീൻ്റെ നല്ല ഭാഗവും ഈ കട്ടിങ് പീസിൻ്റെ നല്ല ഭാഗവും ഫേസ് ടു ഫേസ് ആയിരിക്കണം. അതായത് തമ്മിൽ ടച്ച് ചെയ്യുന്ന വിധത്തിലായിരിക്കണം നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇത് അടിക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതിന് നമ്മൾ ഈ സ്റ്റിച്ചിങ്ങിനായിട്ട് ഒരു 4 ഇഞ്ച് വിട്ടാൽ മതി. 4 ഇഞ്ച് വിട്ടിട്ടാണ് അടിക്കേണ്ടത്. അടിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഈ കോർണർ എത്തുമ്പോൾ അവിടെ നിർത്തിയിട്ട് സൂചി താഴ്ത്തി വെക്കുക, ഫൂട്ട് പൊക്കി വെച്ചിട്ടായിരിക്കണം തിരിച്ച് സൈഡ് മാറുന്നത്. ഇനി ഇപ്പോൾ നമ്മൾ പിന്നെ എന്ന് പറയാനുള്ളത്, നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ട് നിർത്തണം എന്ന് പറഞ്ഞല്ലോ ഞാൻ, സൂചി താഴ്ത്തിയിട്ട് ഫൂട്ട് പൊക്കണമെന്ന്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇവിടെ അത് അടിച്ചുകൊണ്ട് തന്നെ പോകുമ്പോൾ ചിലപ്പോൾ ദൂരെ എത്തിപ്പോൾ, അപ്പോൾ അതിൻ്റെ കുറച്ച് മുമ്പ് തന്നെ നിർത്തിയിട്ട് പിന്നെ ഒന്ന് കൈകൊണ്ട് തിരിച്ചിട്ട് ആ സൂചി ഇവിടെ നിർത്തിയാൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാളും പിന്നെ അങ്ങോട്ടേക്ക് സ്ഥലം മാറിപ്പോയി പോകും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത്, നമുക്കിത് ഇങ്ങനെ മറിച്ചിടണം. അപ്പോൾ ഈ മറിച്ചിടുമ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ ഇതിപ്പോൾ ഈ തുണി നമ്മൾ അകത്തേക്ക് മറിച്ചിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ നമുക്കിതൊരു ശരിയാവുന്നില്ല ഇവിടെ, കാരണം കറക്റ്റായി കിട്ടുന്നില്ല, അവിടെ ഇങ്ങനെ ചുളുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ 4 സ്റ്റെപ്പാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്, അതായത് പീസും ബോഡി പീസും തമ്മിൽ ജോയിൻ ചെയ്തു. ഇനി രണ്ടാമതായിട്ട് ഈ 2 കോർണർ ഭാഗത്തും ഓരോരു കട്ട് കൊടുക്കുക. കട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പിന്നെ ഈ നൂലിന് തട്ടാൻ പാടില്ല, എന്നാൽ അതിൻ്റെ അറ്റം വരെ എത്തുകയും ചെയ്യണം. ആ വിധത്തിൽ ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ കൊടുക്കുക. കത്രികേൻ്റെ തുമ്പുണ്ട്, അല്ലെങ്കിൽ ഇതുപോലത്തെ സാധനത്തിൻ്റെ ആ തുമ്പുണ്ട്, ഇങ്ങനെ ഈ കോർണറിൽ ഇങ്ങനെ ഒരു കട്ട് കൊടുക്കുക. നൂലിൻ്റെ അറ്റം വരെ എത്തണം, എന്നാൽ നൂല് പൊട്ടാനും പാടില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ മടക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് ഇത് മടങ്ങി കിട്ടുന്നുണ്ട് ആ കട്ട് കൊടുത്തത് കൊണ്ട്. കട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അതിങ്ങനെ ചുളുങ്ങി നിൽക്കും. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിനെ ഒന്ന് നിവർത്തി വെച്ചിട്ട് അടിക്കണം. ഇത് 2 വിധത്തിൽ അടിക്കാം. നിവർത്തി ഇപ്പോൾ ഇങ്ങനത്തെ കഴുത്തൊക്കെ ആണെങ്കിൽ മീതെ സ്റ്റിച്ച് കാണാത്ത വിധത്തിൽ നമുക്ക് ഈ പീസിൻ്റെ മീതെ തന്നെ ആയിട്ട് അടിക്കാം. ഇനിയിപ്പം അല്ലെങ്കിൽ ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കൂടിയും അടിക്കാം. അപ്പോൾ അത് ഞാൻ വേറെ ഏതെങ്കിലും കഴുത്തിൽ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ ഇതിൽ നമുക്കിത് നിവർത്തി വെച്ചിട്ട് പുറത്തേക്ക്, അതായത് നല്ല ഭാഗത്ത് സ്റ്റിച്ചൊന്നും കാണാത്ത വിധത്തിൽ എങ്ങനെ അടിക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ഇതൊന്ന് പതിച്ചടിക്കുക. അതായത് ഈ അടിക്കുന്നത് ഈ വെച്ച പീസിൻ്റെ മോൾ ഭാഗത്തായിരിക്കണം. നല്ല ഒന്ന് ടൈറ്റായി പിടിച്ചിട്ട് വെച്ച പീസിൻ്റെ മുകളിലായിരിക്കണം നമ്മൾ സ്റ്റിച്ച് വരുന്നത്. ഇതടിക്കുമ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കോർണർ ഭാഗത്ത് എത്തുമ്പോൾ അതിൻ്റെ കുറച്ച് മുമ്പായിട്ട് നിർത്തുക. എന്നിട്ട് കൈ കൊണ്ട് ഈ ചക്രം ഒന്ന് കറക്കിയിട്ട് അതിൻ്റെ കോർണറിൽ നിർത്തുക. അത് സൂചി താഴെയും വരണം, ഫൂട്ട്, എന്നിട്ട് പൊക്കുക. അതിന് ശേഷം തിരിച്ച് വെച്ചിട്ട് വീണ്ടും അടിക്കുക. അടുത്ത കോർണറിലെത്തുമ്പോൾ അതേപോലെ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു. അതായത് ഫസ്റ്റ് 2 തമ്മിൽ ജോയിൻ ചെയ്തു, രണ്ടാമത് കട്ട് കൊടുത്തു, മൂന്നാമത് ഇത് നിവർത്തി വെച്ച് പതിച്ചടിച്ച്. അപ്പോൾ ഈ നിവർത്തി വെച്ച് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ തയ്യൽ തുമ്പ് നമ്മൾ ഇങ്ങനെ അടിക്കുമ്പോൾ ഒരു തയ്യൽ തുമ്പ് വന്നിട്ടുണ്ടാവുമല്ലോ, ആ തയ്യൽ തുമ്പ് ഈ വെച്ച പീസിൻ്റെ അടിയിലേക്കായിട്ടായിരിക്കണം വരുന്നത്. അങ്ങനെ വെച്ചിട്ടാണ് ഇതിൻ്റെ മുകളിൽ കൂടിയുള്ള സ്റ്റിച്ച് വരേണ്ടത്. ഇനി 4ാമത്തെ സ്റ്റെപ്പ് ഇതിൻ്റെ അരിക്, അതായത് ഈ നമ്മൾ വെച്ച ഈ പീസിൻ്റെ അരികെ ജസ്റ്റ് ഒന്ന് ഒറ്റ മടക്ക് മതി. കാരണം എന്താ പറയുക, നമുക്ക് വീണ്ടും ഇത്
മടക്കിയിട്ട് ഇവിടെ ഒന്നെങ്കിൽ സ്റ്റിച്ച് ചെയ്യണം അല്ലെങ്കിൽ ഹെമ്മിങ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഒറ്റ മടക്ക് മതി. നമ്മൾ സാധാരണ വേറെ എന്തെങ്കിലും അരി കടിക്കുമ്പോൾ 2 മടക്കാണ് മടക്കുന്നത്. പക്ഷേ ഇതിൽ വീണ്ടും ഇങ്ങനെ മടക്കുന്നത് കൊണ്ട് ഒറ്റ മടക്ക് മതി. അപ്പം നമ്മളിപ്പോൾ റൗണ്ട് കഴുത്താണ് ഇപ്പോൾ അടിച്ചത്. അപ്പോൾ അടിക്കുമ്പോൾ നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തും നിർത്തി അടിക്കുമല്ലോ. അപ്പോൾ ആ ഓരോ പ്രാവശ്യം നിർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ സമയത്തൊക്കെ സൂചി പിന്നെ അടിയിലേക്കായിരിക്കണം. അതായത് താഴ്ന്ന് നിൽക്കണം. എന്നിട്ട് മാത്രമേ തിരിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ പോയിൻ്റ് മാറിപ്പോവും സൂചിയുള്ള സ്ഥലത്തുനിന്ന്. അപ്പോൾ സ്റ്റിച്ചിങ് ഇതിൻ്റെ ഒരു ഇത് കണ്ടിന്യൂഷൻ ശരിയാവില്ല. പിന്നെ നമ്മൾ ഇതിന് കട്ട് കൊടുത്തത്, ഇപ്പം നമ്മൾ സ്ക്വയർ കഴുത്തിന് കട്ട് കൊടുത്തത് 2 കോർണറിൽ മാത്രമാണ്. പക്ഷേ ഇതിന് അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു കോർണർ ഇല്ല, അല്ലെങ്കിൽ ഒരു സ്ഥലം ഇല്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കട്ട് കൊടുക്കണം. മറ്റേതുപോലെ നൂലിൻ്റെ അറ്റം വരെ എത്തുകയും ചെയ്യണ്ട. മറ്റേത് നമ്മൾ 2 അറ്റം നൂലിൻ്റെ അറ്റം വരെ എത്തിയിട്ടുണ്ട് 2 കോർണറിൽ. ഇത് അത്ര എത്തണ്ട, കുറച്ച് മുമ്പായിട്ട് നമുക്ക് നിർത്താം. പക്ഷേ ഒരു ഏകദേശം ഒരു ഓരോ ഇഞ്ച് വിട്ടിട്ട് അങ്ങനെ ഒരു കട്ട് കൊടുക്കുക. അങ്ങനെ കുറച്ചൊന്ന് ചെരിഞ്ഞിട്ട് കട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിത് നിവർത്തി വെച്ചിട്ട് അടിക്കേണ്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിവർത്തി വെക്കുമ്പോൾ ഈ തയ്യൽ തുമ്പ് ഇതിൻ്റെ അടിയിലായിട്ടായിരിക്കണം വരുന്നത്. അതായത് ഇങ്ങനെയല്ല, ഇതിൻ്റെ അടിയിൽ, അതായത് വെച്ച പീസിൻ്റെ അടിയിലായിരിക്കണം ഈ തയ്യൽ തുമ്പ്. എന്നിട്ട് പിന്നെ ഇതും അങ്ങനെ തന്നെ റൗണ്ട് ആകുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് അടിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ 3ാമത്തെ സ്റ്റെപ്പാണിത്. ആദ്യം ജോയിൻ ചെയ്തു, 2ാമതായിട്ട് കട്ട് കൊടുത്തു, 3ാമതായിട്ട് ഇപ്പോൾ നമ്മൾ ഇത് നിവർത്തി വെച്ചടിക്കുന്നു. ഇനി 4ാമതായിട്ട് അതിൻ്റെ അരികും അടിച്ചാൽ ഈ കഴുത്ത് പീസിൻ്റെ പണി കഴിഞ്ഞ്. അപ്പോൾ ഈ റൗണ്ട് ആകുമ്പോൾ നമ്മൾ അടിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് സ്ട്രെയിറ്റ് ഇപ്പോൾ മറ്റേ സ്ക്വയർ കഴുത്തിൻ്റെ പീസിൻ്റെ അരികെ അടിച്ച പോലെ പറ്റില്ല. അപ്പോൾ നമ്മൾ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഇങ്ങനെ അടിച്ച് പിന്നെ അതിൻ്റെ കുറച്ച് ബാക്കിൽ നിന്നായിരിക്കണം ഇങ്ങനെ മടക്കുന്നത്. അപ്പോൾ അത് ശരിയായിക്കോളും. അല്ലാതെ അവിടെ തന്നെ മടക്കിയാൽ ഇതിങ്ങനെ ഒരു തീർന്ന പോലെ തോന്നും. ഇനി നമുക്ക് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും തമ്മിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ പീസ്, അതായത് ഏതെങ്കിലും ബാക്കായാലും ഫ്രണ്ട് ആയാലും ഏതായാലും പ്രശ്നമില്ല, അത് നല്ല ഇതായിട്ട് വെക്കുക. അതായത് നല്ല വശം മുകളിൽ വരുന്ന വിധത്തിൽ. ഇനി അടുത്ത പീസ് എടുക്കുക. ഇപ്പോൾ നമ്മൾ ആദ്യം ബാക്കാണ് വെച്ചെങ്കിൽ ഇത് ഫ്രണ്ട് ആയിരിക്കും, അത് ഫ്രണ്ടാണ് വെച്ചെങ്കിൽ ബാക്കായിരിക്കും. ഏതായാലും അതിൻ്റെ നല്ല വശം അടിയിൽ, അതായത് നല്ലതും ടച്ച് ചെയ്യുന്ന വിധത്തിൽ ഈ കഴുത്ത് ഭാഗം ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിത് ഈ ഷോൾഡർ കട്ട് ചെയ്ത് ഇവിടെയാണ് ജോയിൻ ചെയ്യേണ്ടത്. ഇത് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. കാര്യം കുറച്ച് എളുപ്പമായിരിക്കും. പക്ഷേ അങ്ങനെ മടക്കി വെച്ച് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് അടിച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ ഈ തുമ്പ് ഇങ്ങനെ കാണും. അപ്പോൾ അതൊരു വൃത്തിയില്ല. അപ്പോൾ നമുക്ക് ഈ തുമ്പ് കാണാത്ത വിധത്തിൽ കുറച്ച് വൃത്തിയിൽ എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പം ഇങ്ങനെയല്ലേ നമ്മളിപ്പോൾ ജോയിൻ ചെയ്ത് നിവർത്തി വെച്ച് അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് ജോയിൻ ചെയ്യുക. അതായത് ഈ 2 പീസും ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് തന്നെ ഇത് ജോയിൻ ചെയ്യുക. പക്ഷേ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഈ ജോയിൻ ചെയ്ത് ഈ 2 ഭാഗം ഉണ്ടല്ലോ, ഇത് രണ്ടും ഇങ്ങനെ ഒപ്പം നിൽക്കണം. അല്ല ഒന്ന് ഇവിടെ ഒന്നും ആവാൻ പാടില്ല. ഈ 2 പീസിൻ്റെയും ഈ ജോയിൻ ചെയ്ത ഭാഗം ഇങ്ങനെ ഒപ്പം നിന്നിട്ടായിരിക്കണം നമ്മളത് നോക്കിയിട്ട് വേണമെങ്കിൽ ഒന്ന് പിന്നെ കുത്തി കൊടുക്കാം. നീങ്ങിപ്പോകുന്ന സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ നല്ലതായിട്ട് പിടിച്ചാൽ മതി. എന്നിട്ടായിരിക്കണം 1/2 ഇഞ്ച് വിട്ടിട്ട് ഇത് ജോയിൻ ചെയ്യേണ്ടത്. ഇനി ഇതേപോലെ തന്നെ മറ്റേ സൈഡും അടിച്ചു കൊടുക്കാം. അപ്പം പിന്നെ ഇത് ഒരു സ്റ്റിച്ചല്ല, 2 പ്രാവശ്യം ഇത് സ്റ്റിച്ച് ചെയ്യണം. ഇങ്ങനെ ജോയിൻ ചെയ്യുന്നതൊക്കെ 2 സ്റ്റിച്ച് വേണം. അതിൽ കഴുത്ത് പീസ് മാത്രം ഒറ്റ സ്റ്റിച്ച് മതി. കാരണം അതെന്തുകൊണ്ട് പറഞ്ഞാൽ നമുക്ക് അതിനെ നിവർത്തി വെച്ചിട്ടൊക്കെ വീണ്ടും അടിക്കുമ്പോൾ അതിന് വീണ്ടും സ്റ്റിച്ച് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ ലോക്ക് ചെയ്യലുണ്ടല്ലോ അറ്റം വരുമ്പോൾ. പക്ഷേ ഇതിന് അങ്ങനെ ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ പറഞ്ഞാൽ വീണ്ടും ഇതിൽ ഈ കൈയൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ അതിന് വീണ്ടും അതിന് ഇതായിട്ട് സ്റ്റിച്ച് വരുന്നതുകൊണ്ട്. അപ്പോൾ മറ്റേ ചെയ്ത അതേപോലെ തന്നെ ഈ സൈഡും ഷോൾഡർ ജോയിൻ ചെയ്യുക. 2 പീസും തമ്മിൽ, അതായത് ബാക്കും ഫ്രണ്ടും തമ്മിൽ ഷോൾഡർ ജോയിൻ ചെയ്യുക.
നമ്മൾ ഈ ബാക്കും ഫ്രണ്ടും തമ്മിൽ രണ്ട് സൈഡും ജോയിൻ ചെയ്ത്. അപ്പോൾ ഇങ്ങനെ ജോയിൻ ചെയ്താൽ, അതായത് നിവർത്തി വെച്ചിട്ട് ജോയിൻ ചെയ്താൽ പിന്നീട് നമുക്കിങ്ങനെ മടക്കുമ്പോൾ ഇവിടെ ഒരു വൃത്തിയായിട്ട് കണ്ട് മറ്റേ തുമ്പ് ഇങ്ങനെ അതിൻ്റെ നൂലും തുമ്പും ഒന്നും കാണാത്ത വിധത്തിൽ ഇങ്ങനെ വൃത്തിയായിട്ട് കാണും. മറ്റത് ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ തുമ്പ് ഇങ്ങനെ കാണും, അത് മടക്കി വെച്ചിട്ടാണ് അടിക്കുന്നതെങ്കിൽ. അപ്പോൾ നിവർത്തി വെച്ച് ജോയിൻ ചെയ്തതിന് ശേഷം പിന്നീട് ഇത് രണ്ടും കൂടി ഇങ്ങനെ മടക്കിയിട്ട് നിങ്ങൾ ഇപ്പോൾ മെഷീനോട് സ്റ്റിച്ച് ചെയ്യുന്നെങ്കിൽ ഇതേ അളവിൽ ഈ ലെവലിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ വൃത്തി നമ്മൾ കൈ കൊണ്ട് ഹെമ്മിങ് ചെയ്യുന്നതാണ്. ഹെമ്മിങ് ചെയ്യുന്നത് ഞാൻ ലാസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിലോ എന്നുള്ളതിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. നമ്മളിപ്പം ചെയ്തത് കഴുത്തിൻ്റെ ബാക്കും ഫ്രണ്ടും പീസുകൾ ജോയിൻ ചെയ്ത് അതിന് ശേഷം ബാക്കും ഫ്രണ്ടും തമ്മിൽ ഷോൾഡറും ജോയിൻ ചെയ്ത്. അത് ഇനി ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരാം. എല്ലാം കൂടി ഒന്നിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ബാക്കി പറഞ്ഞുതരാം.